അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എൻ്റെ പേര് ഷാൻ, തിരുവനന്തപുരം ജില്ലയുടെ ജില്ലാ അസിസ്റ്റൻറ്റ് ട്രെയിനർ. നമ്മളിന്ന് വീഡിയോയിലൂടെ നോക്കുന്നത് ഹാജിമാർക്ക് ഹജ്ജ് യാത്രാവേളകളിൽ നിർബന്ധമായി ഇൻസ്റ്റാൾ ചെയ്തിരിക്കേണ്ട രണ്ട് ആപ്പുകളാണ് സുവിധ ആപ്ലിക്കേഷനും നുസ്ഖ ആപ്ലിക്കേഷനും. അപ്പോൾ നുസ്ഖ ആപ്ലിക്കേഷൻ എങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാമെന്നാണ്. ആദ്യമായി നമ്മൾ മൊബൈലിലുള്ള പ്ലേ സ്റ്റോർ എടുക്കുക. അവിടെ സെർച്ച് ബാറിൽ നുസ്ഖ ടൈപ്പ് ചെയ്യുക. അപ്പോൾ മിനിസ്റ്റർ ഓഫ് ഹജ്ജ് ആൻഡ് ഉംറ എന്ന് എഴുതിയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. അതൊന്ന് ഇൻസ്റ്റാൾ കൊടുക്കുക. അതിനുശേഷം ഓപ്പൺ കൊടുക്കുക. തൊട്ടടുത്ത് വരുന്ന സ്ക്രീനിൽ രണ്ട് ഓപ്ഷനാകും ഉണ്ടാവുക: ലോഗിൻ ഓർ രജിസ്റ്റർ, കണ്ടിന്യൂ ആസ് ഗസ്റ്റ്. നമുക്ക് വേണ്ടത് ലോഗിൻ ഓർ രജിസ്റ്റർ ആണ്. അതിനുശേഷം രജിസ്റ്റർ ന്യൂ അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ പാസ്പോർട്ടിലുള്ള കണക്ക് പേരവിടെ ടൈപ്പായി കൊടുക്കുക. ഒരു ഇമെയിൽ ഐ ഡി ചോദിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ ഫോണിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി അവിടെ ടൈപ്പായി കൊടുക്കുക. OTP എടുക്കാനുണ്ട്. അപ്പോൾ മെയിൽ ഐ ഡി നമ്മൾ ഫോണിലുള്ളത് തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ OTP എടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു പാസ്വേഡ്, നമ്മളെ ഇഷ്ടാനുസരണം ഒരു പാസ്വേഡ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പാസ്വേഡ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ, പിന്നെ സ്മാൾ ലെറ്റർ, പിന്നെ ഒരു ചിഹ്നം, അറ്റോ ഹാഷോ ഒരു ചിഹ്നം, പിന്നെ ഒരു 3 ഡിജിറ്റ് അങ്ങനെ കൊടുക്കുന്നതാണ് നല്ലത്. നമ്മൾ കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമ്മളെ ഇമെയിലിലോട്ട് ഒരു OTP വരും. ആ OTP നമ്മളിവിടെ ടൈപ്പായി കൊടുക്കുക. ഇപ്പോൾ നുസ്ഖ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ കഴിഞ്ഞു, പക്ഷേ നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മൾ റൗള ബുക്കിംഗ്, നുസ്ഖ കാർഡ് ഇതൊക്കെ എടുക്കണമെങ്കിൽ നമ്മൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് നമ്മുടെ പേരിൻ്റെ ആദ്യാക്ഷരം ഒരു ചിഹ്നമായിട്ട് കാണിക്കും, റൗണ്ട് കോളത്തിൽ. അതൊന്ന് സെലക്ട് ചെയ്യുക. അവിടെ കംപ്ലീറ്റ് യുവർ പ്രൊഫൈൽ എന്ന ഓപ്ഷൻ ഉണ്ടാകും. അതൊന്ന് സെലക്ട് ആയി കൊടുക്കുക. ഇൻ്റർനാഷണൽ ഓർ GCC വിസിറ്റർ, നമ്മൾ വിസിറ്ററാണ്. അപ്പോൾ ഏറ്റവും ലാസ്റ്റുള്ള ഓപ്ഷൻ അതൊന്ന് സെലക്ട് ആയി കൊടുക്കുക. നമ്മുടെ നാഷണാലിറ്റി അത് ഇന്ത്യ സെലക്ട് ചെയ്യുക. കൺഫേം കൊടുക്കുക. നമ്മുടെ പാസ്പോർട്ട് നമ്പർ ടൈപ്പായി കൊടുക്കുക. അതുപോലെ വിസ നമ്പർ വിസയുടെ ഏറ്റവും മുകൾ ഭാഗത്താണ് ഉണ്ടാവുക. അതിനുശേഷം വെരിഫൈ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. അതിന് ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ കാണും, അതിൽ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നുസ്ഖ പ്രൊഫൈൽ അപ്ഡേഷൻ കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ക്രീനായിരിക്കും കാണുക. അപ്പോൾ ഇവിടെ നമ്മുടെ നുസ്ഖ ID കാർഡ് എടുക്കുന്നതിന് ഏറ്റവും മുകളിൽ വലത് ഭാഗത്ത് നമ്മുടെ പേരിൻ്റെ ആദ്യക്ഷരമുള്ള ആ ചിഹ്നം കാണും. അതൊന്ന് സെലക്ട് ചെയ്താൽ നമ്മുടെ നുസ്ഖ ID അറിയാൻ പറ്റും. ചെറിയ കാർഡാണ് കൊണ്ട് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് പ്രിൻ്റൊക്കെ എടുത്ത് വയ്ക്കാൻ കഴിയും. വീണ്ടും നമ്മുടെ പ്രധാന സ്ക്രീനിലോട്ട് വന്നാൽ അവിടെ കിബില ഉണ്ടാവും, ഏറ്റവും മുകളിൽ ടൈമിംഗ് ഉണ്ടാവും, പിന്നെ റൗള, ഹജ്ജ്, ഉംറ എന്ന 3 ഓപ്ഷൻ ഉണ്ടാവും, പിന്നെ ഖുർആൻ റീഡിങ്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഈ ആപ്പ് ഉപയോഗിക്കുന്നത് നുസ്ഖ ID എടുക്കാനും പിന്നെ റൗള ബുക്കിങ്ങിന് വേണ്ടി. അതിൽ ഫസ്റ്റ് സ്ക്രീനിൽ തന്നെ റൗള എന്ന ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് സെലക്ട് ചെയ്യുക. അവിടെ മെയിലാണോ ഫീമെയിലാണോ എന്ന് ചോദിക്കും. ഏറ്റവും താഴ്ഭാഗത്തായി ഒരു ബ്ലാക്ക് സ്ക്രീനിൽ 1 of 4 എന്ന് നടപ്പുണ്ടാവും. അതൊന്ന് സെലക്ട് ആക്കി കൊടുക്കുക. ഇഷ്ടമുള്ള ഡേറ്റ് സെലക്ട് ചെയ്യുക. പിന്നെ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ആ ടൈമിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ഗ്രീൻ കളറിൽ ഒരു ചിഹ്നം കാണിക്കും. അതാണ് ടൈം സെലക്ട് ചെയ്യുക. അതിനുശേഷം കൺഫേം സ്ലോട്ട് കൊടുക്കുക. ഇത്രയാണ് നമ്മുടെ സ്ലോട്ട് ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.